പുറത്ത് നല്ല മഴയാണ്. വണ്ടി എനിക്ക് തന്നിട്ടുള്ളത്, എടുത്തു പോയാലോ ഷിലോങ്ങിലേക്ക്. നമ്മളങ്ങനെ ഇന്ത്യയിലെ തന്നെ ലോങ്ങസ്റ്റ് ട്രെയിൻ ജേർണി ആയ വിവേക് എക്സ്പ്രസിൽ ട്രാവൽ ചെയ്ത് അങ്ങനെ ഗുവാഹട്ടി എത്തി നിൽക്കുകയാണ്. എനിക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആവണം. നമുക്ക് അതിനുശേഷം ഗുവാഹട്ടി എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. ഗായ്സ്, അങ്ങനെ ഞാൻ കുളിച്ച് ഫ്രഷായി, ഡ്രസ്സൊക്കെ മാറി. എന്തായാലും നമുക്ക് ഗുവാഹട്ടി എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങാം. എൻ്റെ ഡ്രസ്സൊക്കെ ഞാനിവിടെ അലക്കിയിട്ടിട്ടാണുള്ളത്. ഇങ്ങനെയാണ് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ അലക്കലൊക്കെ പരിപാടിയൊക്കെ. ഹോസ്റ്റലൊക്കെ എടുക്കുമ്പോൾ മാത്രമേ നമ്മൾ അലക്കുകയൊക്കെ ചെയ്യുള്ളൂ. ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. വെള്ളമൊക്കെ ഇങ്ങനെ കോളനി ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് വെള്ളമൊക്കെ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ വീടുകളാണ് കണ്ടോ, പല പല ആളുകൾ ഇങ്ങനെ താമസിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു ബ്ലോക്ക് മാത്രം അവരിങ്ങനെ ഡോമട്രി ആക്കി മാറ്റിയതാണ്. അപ്പോൾ ഈ ഒരു ഡോമട്രിയിലാണ് താമസിക്കുന്നത്. ഇതെന്താണ്, ഇത് കോഴിയാണ് ഇതിൻ്റെ അകത്ത്. ഇത് ചിക്കൻ സ്റ്റാളാണോ? ഇതാണ് ഇവിടുത്തെ ചിക്കൻ സ്റ്റാള്. കൊള്ളാം അല്ലേ, ചെറിയ സെറ്റപ്പാണ്. ഇവിടുത്തെ വെള്ളം നോക്കിയേ. എനിക്ക് തോന്നുന്നു കോഴിയുടെ വേസ്റ്റും അങ്ങനെ എല്ലാ വേസ്റ്റും, പ്ലാസ്റ്റിക് വേസ്റ്റും എല്ലാ തരം വേസ്റ്റും ഇട്ടിട്ട്. എൻ്റെ മോനെ, ഇവിടുത്തെ ലൈമ് നമ്മളൊന്ന് കുടിച്ചു നോക്കണം. കാരണം ഇവിടെ നല്ല വലിയ നാരങ്ങയാണ് കണ്ടോ, നല്ല സൈസ് സാധനമാണ്. നമുക്കൊന്ന് കുടിച്ചു നോക്കാമല്ലോ. ഞാനൊരു ഈ ഒരു സാധനം ഇടാതെ എടുക്കാനാണ് പറഞ്ഞത്, ജൽജീര മസാല. അതിടാണ്ട് നമുക്കൊന്ന് കുടിച്ചു നോക്കാം. നല്ല പുളിപ്പാണ്, ചെറിയൊരു മധുരമേ ഉള്ളൂ. കരിമ്പ് ജ്യൂസിൻ്റെ ഇതുപോലുള്ള സ്റ്റാളുകൾ ഒരുപാടുണ്ട്. കൈ കൊണ്ട് ഇങ്ങനെ തിരിച്ചിട്ടാണ് ജ്യൂസ് എടുക്കുക. നമ്മളങ്ങനെ ഒരു മാർക്കറ്റ് ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് വാച്ച് കാണാം. ഞാനൊരു വാച്ച് വാങ്ങിയിട്ടുണ്ട്. 100 രൂപ കിട്ടിയ വാച്ചാണ്. ക്വാളിറ്റി വളരെ കുറവാണ്, പക്ഷേ 100 രൂപയ്ക്കുള്ള ക്വാളിറ്റി ഉണ്ട്. ജസ്റ്റ് സമയം നോക്കാമല്ലോ, അതിന് വേണ്ടി വാങ്ങിയതാണ്. ഈ ഫാൻ കാണുന്നില്ല, ഇതിന് 100 രൂപ വരുന്നുള്ളൂ. ലബൂബ് അല്ല, ഇത് വേറൊരു സാധനമാണ്. ലബൂബ് പോലെ ഉണ്ടല്ലേ. വാച്ച് തീരെ ക്വാളിറ്റി ഒന്നും ഇല്ല, ഒരു ചെറിയൊരു തട്ട് കെട്ടിയാൽ പോകും. അങ്ങനെ ഞാനിപ്പോൾ നെഹ്റു പാർക്കിൻ്റെ മുന്നിലെത്തി. ആ കാണുന്നതാണ് നെഹ്റു പാർക്ക്. ഇതിൻ്റെ അടുത്തായിട്ട് നമുക്ക് റോപ്പ് വേ ഉണ്ട്, അങ്ങോട്ടേക്കാണ് ഞാൻ പോകുന്നത്. നമ്മളങ്ങനെ റോപ്പ് വേൻ്റെ മുന്നിലാണുള്ളത്. കണ്ടോ, ഒന്നിങ്ങനെ തിരിച്ചു വരുന്നുണ്ട്. ഇപ്പം നല്ലപോലെ സ്ലോ ആയി, വളരെ സ്ലോ ആയിട്ട് അങ്ങോട്ട് പോകുന്നുള്ളൂ. ഇതിൻ്റെ നേരെ മുന്നിലായിട്ടാണ് ഗുവാഹട്ടി ഹൈക്കോർട്ട് വരുന്നത്. ഇതാണ് ഇവിടുത്തെ ലോക്കൽ ബസ്. ഗായ്സ്, ഞാനങ്ങനെ തിരിച്ച് നമ്മുടെ റിവറിൻ്റെ സൈഡിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഹോസ്റ്റലിലേക്ക് പോവാണ്. ഇനി ഇവിടുന്ന് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഗായ്സ്, ഞാൻ എന്തായാലും ഇവിടുന്ന് ഇറങ്ങാണ്. നമുക്കിനി ഹിച്ചേക്ക് ചെയ്തിട്ട് ഉമിയാങ് ലേക്കിലേക്ക് പോകണം. അപ്പോൾ ഗായ്സ്, ഓൾ സെറ്റ്. നമുക്കിനി ഹിച്ചേക്കിങ് സ്റ്റാർട്ട് ചെയ്യാം. ഗായ്സ്, നമ്മളങ്ങനെ ഹൈവേയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഖനാപ്പാറയിലേക്ക് പോകണം. അവിടുന്ന് പിന്നെ അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ നമ്മുടെ ഈ ട്രിപ്പിലെ ആദ്യത്തെ ഹിച്ചേക്കിങ് കിട്ടുമോ നമുക്ക് നോക്കാം. സാധ്യത കുറവാണ്, എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഇവിടെ 2 ഹെൽമെറ്റ് നിർബന്ധമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഈ ഒഫീഷ്യലായിട്ട് എൻ്റെ ഹിച്ചേക്കിങ് ഇവിടെ ആരംഭിക്കുകയാണ്. എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം, ആരെങ്കിലും നിർത്തുമോ നോക്കാം. അങ്ങനെ എനിക്ക് ഫസ്റ്റ് വണ്ടി കിട്ടിയിട്ടുണ്ട്. കുറച്ച് ദൂരമേ ഉള്ളൂ, എന്തായാലും റോഡ് കൂടെ പോവാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ലിഫ്റ്റ് എന്ന ആള്. ഞാൻ എന്തായാലും എനിക്ക് ഖാനാപ്പറിലേക്ക് പോകാം. ഇതാണ് താങ്ക് യു സോ മച്ച്. അപ്പോൾ പറഞ്ഞത് എനിക്ക് കുറച്ച് പണിയുണ്ട്, അതുകൊണ്ട് അല്ലെങ്കിൽ ഞാനത് കൊണ്ടുവിടുന്നതാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും നേരെ പോവാം. അതിനുശേഷം വേറൊരു വണ്ടി കിട്ടിയിട്ടില്ല. മെയിനായിട്ട് ഈ ഓട്ടോക്കാരാണ് നിർത്തുന്നത്. നോക്കട്ടെ, എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇടത്തേക്ക് പോകുന്നത്. ഓട്ടോ ഡ്രൈവേഴ്സ്, നമുക്ക് നോക്കാം ഏതെങ്കിലും വണ്ടി കിട്ടുമോ. ഇവിടുന്ന് ആകെ 2 കിലോമീറ്റർ മറ്റേ ഉള്ളൂ ഖാനാപ്പാറയിലേക്ക്. സ്ട്രൈറ്റ് പോലീസ്. Have you been to Kerala? No. Okay. Okay, bro. Don't go for this one, okay? Go for the Pepsi one, okay? Thank you so much. മണിപ്പൂറിലുള്ള ബ്രോ ആണ് എനിക്ക് ലിഫ്റ്റ് തന്നത്. എന്തായാലും ഇവിടെ നിന്നൊക്കെ നമുക്ക് ഷിലോങ്ങിലേക്കുള്ള ബസ്സൊക്കെ കിട്ടും കേട്ടോ. ഞാൻ എന്തായാലും ബസ് എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ നമുക്ക് ഷിലോങ് പോകേണ്ട വാനൊക്കെ കിട്ടും.
ടാക്സിയിൽ എനിക്ക് ലിഫ്റ്റ് വന്നിരിക്കുകയാണ്. ടാക്സിയിൽ കുറച്ച് ദൂരം. അപ്പോൾ ഈ ബ്രോ ആണ് എനിക്ക് ലിഫ്റ്റ് വന്നത്. എന്തായാലും ഷീലോങ് അങ്ങോട്ടേക്കാണ്. നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പോൾ ധന്യവാദം അല്ലേ. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ സ്ട്രൈറ്റ് പോകണം. ആ ടാക്സിയിൽ ഞങ്ങൾ പൈസയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ചോദിച്ചിട്ടാണ് കാര്യം ഇത് ഫ്രീ റൈഡ് അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഉമിയാം ലേക്കിലേക്കാണ് ഞാൻ പോകുന്നത്. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട്. നോക്കാം ഏത് വണ്ടി കിട്ടുമോ. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരുപാട് ട്രക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ മൗണ്ടൻ റോഡൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. വണ്ടി വളരെ കുറച്ചേ പോകുന്നുള്ളൂ. പക്ഷേ ലിഫ്റ്റ് അടിക്കാൻ വളരെ സൗകര്യമാണ്. നോക്കാം. ഷീലോങ് ഇവിടുന്ന് 80 കിലോമീറ്റർ, സിൽച്ചർ 293, സൊഹ്റ എന്ന് പറയുന്നത് ചിറാപുഞ്ചിയാണ് 127 കിലോമീറ്റർ. ഇവിടെയൊക്കെ ഈ ലോറിയുടെ സർവീസ് പരിപാടിയൊക്കെ നടക്കുന്ന ഏരിയയാണ്. ഇവിടെ ഒരുപാട് ലോറി ഇവിടേക്ക് നിർത്തിയിട്ടിട്ടുണ്ട്. നോക്കാം, ഒരു ട്രക്കാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് എത്തായിരുന്നു അല്ലേ. ഞാൻ കുറച്ചിങ്ങോട്ട് മാറിയിട്ടാണ് ഉള്ളത്. മേഘാലയയിൽ ഇപ്പോൾ മഴയൊന്നുമല്ല, നല്ല ചൂടാണ്. മഴ ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞത്. രാത്രി സമയത്ത് എന്തായാലും തണുപ്പായിരിക്കും തോന്നുന്നു, അറിയത്തില്ല. ഇപ്പോൾ നല്ല ചൂടാണ്, നേരത്തെ ഒരു പരിവായി. നോക്കാം, ഈ ഒരു ഏരിയ അത്യാവശ്യം ബീറ്റായിട്ടാണ്. ചിലപ്പോൾ നമുക്ക് ലിഫ്റ്റ് കിട്ടും. ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അടുത്ത ലിഫ്റ്റ് കിട്ടി. മോനെ എച്ചാതി വ്യൂ. നമ്മൾ ടാക്സി പോയാൽ ഇതിൻ്റെ വ്യൂ കിട്ടുമോ? അടിപൊളി. എന്താണ് ഫിൽറ്ററോ അല്ലെങ്കിൽ ഓക്സിജനായിട്ടാണ് തോന്നുന്നത്. ധന്യവാദം ഭയ്യ. അങ്ങനെ നമ്മൾ ബൈനിഹാഡ് എന്ന് പറഞ്ഞ ഒരു സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നമുക്ക് സ്ട്രൈറ്റ് പോവാം. എൻ്റെ മോനെ, ഈ മരത്തിൻ്റെ തണലിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 60 കിലോമീറ്ററാണ് ഉമിയാം ലേക്കിലേക്കുള്ളത്. നമുക്കെന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. അങ്ങനെ ഒരു ടാക്സിയിൽ എനിക്ക് ലിഫ്റ്റ് വന്നിട്ടുണ്ട്. നേരത്തെ ചോദിച്ച പയ്യാന്ന് തോന്നുന്നു. ഭയ്യ അത്തനം വിക്കി ബ്രോ. അങ്ങനെ എനിക്ക് ഒരു ലിഫ്റ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് 60 കിലോമീറ്ററാണ് ഉള്ളതെന്ന് തോന്നുന്നു. ടാക്സിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടാണുള്ളത്. ടാക്സിയിൽ പൈസ വേണം. ഫ്രീ ആണെന്ന് ഞാൻ കരുതിയത്. ആദ്യം ചോദിക്കാൻ വിട്ടുപോയി. ഞാൻ മുന്നേ ഒരു ടാക്സിക്കാരോട് സംസാരിച്ചിരുന്നു. അയാളാണെന്ന് വിചാരിച്ച് കാര്യതാ. അപ്പോൾ പറയുന്നത് പൈസ വേണം. ഇവിടുന്ന് അധികം പൈസ ഒന്നും മേടിക്കത്തില്ല. ഷിലോങ്ങിലേക്ക് 300 രൂപ മേടിക്കുന്ന പറഞ്ഞത്. ഏകദേശം 60 കിലോമീറ്ററാണ് ഉള്ളത്. 300 രൂപ ഓക്കെ പ്രൈസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഷെയർ ടാക്സിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ടാക്സിയിലല്ല പോകുന്നത്. ഞാൻ എന്തായാലും നല്ല ബാഗ് വാങ്ങാൻ പറ്റുമോ നോക്കട്ടെ. ബാഗ് തരുന്നില്ല. ബാഗ് വാങ്ങിയിട്ട് നമുക്ക് വീണ്ടും മിസ്സാക്കിയും കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ ബാത്റൂം പോയിട്ടാണുള്ളത്. ഉണ്ട്. ഓക്കെ ചങ്ങായി അങ്ങനെ ബാഗ് വിട്ട് തരുന്നില്ലായിരുന്നു. പൈസ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറേ അത് പറഞ്ഞ് ഒപ്പിച്ച് എങ്ങനെയൊക്കെ വാങ്ങി. എന്തായാലും നമുക്ക് ഹിച്ചാക്കിങ് സ്റ്റാർട്ട് ചെയ്യാം. മഴ പെയ്യാൻ തുടങ്ങി ചെറിയ രീതിയിൽ. അങ്ങോട്ട് നല്ല മഴയായിരിക്കും തോന്നുന്നു. കാരണമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്ക് ടു ഹിച്ച് ഹൈക്കിങ്. ഇവിടുന്ന് 40 കിലോമീറ്ററാണുള്ളത്. ടാക്സിയിൽ കയറുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പാട് നിർത്തി എന്നെ കാറ്റാൻ കൊണ്ടുപോയതാണ്. പറയാൻ സംസാരിക്കാൻ ഗ്യാപ്പ് കിട്ടിയില്ല. പിന്നെ ടാക്സി നിർത്തിക്കണ്ടേ നല്ലപോലെ പറയണം. വില്ലേജിലെ ആളുകളൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. അപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. ഇതിപ്പോൾ ഏത് വില്ലേജാണെന്നൊന്നും എനിക്കറിയത്തില്ല. റോഡ് സൈഡിൽ വീടുകളൊക്കെ കാണാൻ വളരെ ചെറിയ വീടാണ്. ഇങ്ങനെ ഷീറ്റിലും അങ്ങനെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വീടുകളാണ് ഇവിടെയൊക്കെ കാണുന്നത്. ലുംബി റിംഗ് എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ നല്ല മഴയാവാൻ സാധ്യതയുണ്ട്. എൻ്റെ പോനെ, ഇവിടുത്തെ കടകളൊക്കെ കണ്ടോ? ഈ ഒരു ടൈപ്പിലാണ് ഇവിടുത്തെ കടകളൊക്കെ വരുന്നത്. വണ്ടികൾ വളരെ കുറവാണ്. അങ്ങനെ എനിക്കൊരു ലിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ കൂടെയാണ് പോകുന്നത്. അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ മഴയും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. भारी सामान लेके जा रहा था तो इसके लिए थोड़ा ये कर दूँ. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ പുറത്ത് നല്ല മഴയാണ്. കണ്ടോ,
നമ്മളിപ്പോൾ ഒരു ബസാറിലെത്തിയിരിക്കുകയാണ്. ആ ഭാഗത്താണ് ബസാർ കാണുന്നത്. നല്ല മഴയാണ്. ഇപ്പോൾ ഞാനിവിടെ എവിടെയെങ്കിലും നിൽക്കാമെന്ന് വിചാരിക്കുന്നു. അതായത് അവരങ്ങനെ പോയി. നല്ല മഴയാണ്. അപ്പോൾ മഴ കഴിയുന്നവരിവിടെ നിൽക്കാമെന്ന് വിചാരിക്കുന്നു. ഓ നല്ലൊരു ആശ്വാസമുണ്ട്. മഴ വരുമ്പോൾ നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ലെങ്കിലും മഴ കാണുമ്പോൾ വേറൊരു സന്തോഷമല്ലേ നമുക്ക് മലയാളികൾക്ക്. പ്രത്യേകിച്ച് മഴ നാട്ടിൽ നല്ല മഴയാണിപ്പോൾ. ഇപ്പോൾ മഴ ഇവിടുന്ന് കിട്ടി. അടിപൊളി. എന്ത് രസമാണ്. ഇങ്ങനെ മഴ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുന്ന് ഇറങ്ങട്ടെ. ഇവിടുന്ന് ഇറങ്ങട്ടെ. ഷിലോങ് 54 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ളത്. നല്ലപോലെ മഴ ഇപ്പോൾ ചെറുതായിട്ട് പാറുന്നുണ്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് നടക്കാൻ പറ്റും. ആ രീതിയിലുള്ള മഴയേ ഉള്ളൂ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഒരു ബായ് പറഞ്ഞത്. നമുക്ക് നോക്കാം. വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ മേഘാലയയിൽ നടക്കുന്നുണ്ട്. അത് ശരിക്കും ഉള്ളതാണെന്ന് പറഞ്ഞു. നമ്മൾ ടാക്സിയിൽ വന്ന ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദൗക്കിയിൽ വെച്ച് ഏതോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആരോ കൊന്ന് എന്നൊക്കെ പറയുന്നത് കേട്ടു. എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല. എന്നാൽ എന്നോട് ചോദിച്ചു, നീ ന്യൂസൊന്നും കാണാറില്ലേ? ന്യൂസിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുണ്ടല്ലോ, മേഘാലയയുടെ മൊത്തം പേരും ചീത്തപ്പേരാക്കി എന്നെല്ലാം ചേച്ചി പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊന്നും അങ്ങനെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. കാരണം ഹിന്ദിയിലല്ലേ പറയുന്നത്. അവിടെ ഇവിടെ എന്തെല്ലോ കത്തി എത്ര തന്നെ. അപ്പോൾ ഞാനെന്തായാലും ബാക്ക് ടു റോഡ്, ബാക്ക് ടു ഹിച്ച് ഹൈക്കിंग. नहीं गुवाहाटी तक ट्रेन से आया, फिर पूरा मेघालय ऐसा लिफ्ट करके जाऊँगा. അങ്ങനെ എനിക്ക് അടുത്ത ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. നമുക്ക് ചെറുതായിട്ട് മലയാളമൊക്കെ അറിയാം. ഇവിടെയുള്ള വില്ലേജിൻ്റെ പേരൊക്കെ വായിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് വലിയ വലിയ പേരുകളാണ്. നമുക്ക് പെട്ടെന്നൊന്നും ഒറ്റ കൊണ്ടത്തിലൊന്നും വായിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഏതോ ഒരു വില്ലേജിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വില്ലേജ് കാണാൻ നല്ല രസമാണ്. നല്ല അടിപൊളി റോഡാണ്. നമുക്ക് ഗുവാഹട്ടിയിൽ നിന്നൊക്കെ വണ്ടിന് റെൻറ്റിന് എടുത്തിട്ട് വരാൻ പറ്റും. 600-1000 രൂപക്കൊക്കെ നമുക്ക് വണ്ടി റെൻറ്റിന് കിട്ടും. റോഡ് കൂടിയാണ് ഞാൻ പോകുന്നത്. ജോൺ റോഡ് കൂടിയാണ് ഞാൻ ഷിലോങ്ങിലേക്ക് പോകുന്നത്. അങ്ങനെ ഞാൻ ഹെൽമെറ്റൊക്കെ വെച്ചു. നമ്മൾ നേരെ പോവാണ്. വണ്ടി എനിക്ക് തന്നിട്ടാണുള്ളത്. എടുത്തു പോയാലോ ഷിലോങ്ങിലേക്ക്. മേഘാലയ. അപ്പോൾ ഈ ഒരു വണ്ടിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല വണ്ടിയല്ലേ. അപ്പോൾ അടിപൊളി റോഡാണ്. റോഡ് അടിപൊളിയാണ്. ബൈക്ക് റൈഡിനൊക്കെ സെറ്റ് സ്ഥലമാണ്. അപ്പോൾ ഇതാണ് ഈ ഇവിടുത്തെ ലോക്കൽ സിഗരറ്റാണ് ഈ കാണുന്നത്. ഉണ്ടോ, ഇതിങ്ങനെ പേപ്പറിലാക്കിയിട്ടാണ് ഉപയോഗിക്കുക. അങ്ങനെ നമ്മൾ ഉമിയാം ലേക്കിൻ്റെ അടുത്ത് എത്തിയിട്ടാണുള്ളത്. വാ, അങ്ങനെ ഗൈസ് നമ്മളിപ്പോൾ ഉമിയാം ലേക്കിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിക്കുന്നത് ഇന്ന് ഇവിടെ ക്യാമ്പ് ചെയ്യാണ്. നാളെ നമുക്ക് ഷിലോങ്ങിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഇപ്പോൾ ബ്രോ എന്നെ കൊണ്ടുവിടാണ്. നമ്മൾ ഇപ്പോൾ ഉമിയാം ലേക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സൈഡിലൂടെയാണ് പോകേണ്ടതെന്ന് തോന്നുന്നു. കൊള്ളാലോ. ഒരുപാട് വണ്ടിയൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അവിടെ ക്യാമ്പ് ചെയ്ത് ഇരിക്കുന്നതായിട്ട് കണ്ടിരുന്നു. നമുക്കെന്തായാലും പോയി നോക്കാം. അപ്പോൾ ബ്രോയുടെ കൂടെ ഞാനിങ്ങനെ പോവാണ്. ഇതിങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങാണ്. ലേക്ക് നോക്കി നിങ്ങൾ, എന്ത് കിടലൻ ലേക്കാണല്ലേ. വാ, അങ്ങനെ എന്നെ ഈ ലേക്ക് സൈഡിൽ വിട്ടിട്ട് ബ്രോ പോവാണ്. ओके, थैंक यू सो मच. फिर मिलेगा से. ठीक है, लाइक सब्सक्राइब करो. ठीक है. അങ്ങനെ ബ്രോ എന്നെ വിട്ട് പോവാണ്. താങ്ക് യു സോ മച്ച്. नो प्रॉब्लम. ഓക്കെ ഓക്കെ, ബൈ ബൈ. അങ്ങനെ ബ്രോ എന്നെ ഇവിടെ വിട്ട് ബ്രോ ഷിലോങ്ങിലേക്ക് പോവാണ്. എനിക്ക് വേണമെങ്കിൽ ബ്രോയുടെ കൂടെ ഷിലോങ്ങിലേക്ക് പോകാം. ഞാൻ വിചാരിച്ചു ഇവിടെ എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യാം. അടിപൊളിയാണ്. ഒരുപാട് പേരിങ്ങനെ മീൻ പിടിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കണ്ടോ, ഉമിയാം ലേക്കിൽ ഇങ്ങനെ വന്നിട്ട് മീൻ പിടിക്കുകയാണ് ആളുകൾ. ഇതൊക്കെ ഞാൻ വിചാരിച്ചത് ഇവിടെയൊക്കെ ഇങ്ങനെ ആളുകൾ ക്യാമ്പ് ചെയ്താണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ക്യാമ്പ് ചെയ്തൊന്നുമല്ല, അതിങ്ങനെ ഫിഷ് പിടിക്കാൻ വേണ്ടി വരുന്നവരാണെന്ന് തോന്നുന്നു. കാരണം കേട്ടോ, അല്ല ഇവരിവിടെ താമസിക്കുന്നതാണോ എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. കണ്ടിട്ട് താമസിക്കുന്ന പോലെ ഉണ്ടല്ലോ, പക്ഷെ ഇതുപോലുള്ള ഒരു ഐഡിയ ഇല്ല. നമുക്കെന്തായാലും കുറച്ച് അങ്ങോട്ടേറ്റം പോവാം. ഞാനിങ്ങനെ ലേക്ക് സൈഡിലൂടെ ഇങ്ങനെ നടക്കായിരുന്നു. ഉമിയാങ് ലേക്ക് ഫ്രഷ് വാട്ടർ ലേക്കാണ്. ആളുകളൊക്കെ ഇങ്ങനെ മീൻ പിടിക്കുന്ന കാഴ്ചയാണ്. കണ്ടോ, എല്ലായിടെയും ഇങ്ങനെ മീൻ. അവിടെയൊക്കെ ടെൻ്റൊക്കെ പിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ അവരൊക്കെ ഫിഷേഴ്സാണ്. ഞാൻ വിചാരിച്ചു ഏതോ ട്രാവലേഴ്സൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്ന് നോക്കിയതാണ്. നോക്കുമ്പോൾ ടെൻറ്റ് പിച്ച് ചെയ്തത് വരെ
ഫിഷസ് ആണ്. കാരണം മഴ പെയ്യുന്ന സമയത്തൊക്കെ അവർ കയറി നിൽക്കാനൊക്കെ വേണ്ടിയായിരിക്കും. നമുക്കെന്തായാലും ഉമിയാങ് ലേക്കിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ക്യാമ്പ് ചെയ്യണം. നല്ലൊരു ക്യാമ്പിംഗ് സെറ്റ് ഞാനിങ്ങനെ തപ്പി നടക്കുകയാണ്. ഞാനൊരു കുപ്പി വെള്ളം വാങ്ങേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ ആ ദീദിയുടെ കടയിൽ നിന്ന് ചോറൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ചോറും കടലക്കറിയും, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ഭക്ഷണം കഴിക്കേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ഹൈവേ സൈഡിൽ വരേണ്ടി വന്ന് ഇനിയും തിരിച്ച് ലേക്ക് സൈഡിലേക്ക് തന്നെ നടക്കുകയാണ്. നമുക്ക് അവിടെ നിന്ന് ക്യാമ്പ് ചെയ്യണ്ടല്ലേ. സമയം 5:30 6 മണിക്ക് അങ്ങനെയാണ് ഇവിടെ സൺസെറ്റ്. ഗായ്സ്, ഞാനങ്ങനെ തിരിച്ച് ലേക്ക് സൈഡ് തന്നെ എത്തിയിട്ടുണ്ട്. ഈ ഒരു സൈഡ് എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യണം. ഇതൊന്നും നിരപ്പായിട്ടല്ല ഉള്ളത്, ഇതിങ്ങനെ സ്ലോപ്പായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ക്യാമ്പിങ്ങിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. നമുക്കെന്തായാലും ഇവിടെ ഏതെങ്കിലും ഒരു ഏരിയയിൽ ക്യാമ്പ് ചെയ്യാം. തൽക്കാലം എൻ്റെ ബാഗ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും. വാവ്, ഇരുടായി തുടങ്ങി. ഞാൻ എന്തായാലും ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും ക്യാമ്പ് ചെയ്യുന്നത്. ഭയങ്കര പീസ്ഫുള്ളാണ് ഇവിടെ. അപ്പോൾ ഗായ്സ്, ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റായിട്ട് പറയണേ. എന്നാൽ മാത്രമേ എനിക്ക് വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സീ യു ഗായ്സ്, ബൈ ബൈ.